അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു മയോണൈസിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സി എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 6 7 ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാടായാൽ മയോണൈസ് ഒരുപാടങ്ങ് ലൂസായി പോകും. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കുറച്ചൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതേപോലെ വേണം കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ മയോണൈസ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ഒഴിച്ച് കൊടുക്കാം. മഞ്ഞ ഭാഗം ചേർത്ത് കൊടുക്കരുത്. അതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതേ അളവിൽ തന്നെ മുട്ടയുടെ വെള്ള എടുത്ത അതേ അളവിൽ തന്നെ നമുക്കിതിലേക്ക് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഭാഗം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ടയുടെ അതേ അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. സാധാരണ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് മയോണൈസ് റെഡിയാക്കി എടുക്കൽ. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് കുറച്ചൊന്ന് തിക്കായി മാറി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ഉപ്പും അതേപോലെ ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ മയോണൈസ് കിട്ടുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടുതൽ വലുതാണെങ്കിലൊക്കെ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്